ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ യു.ഡി.എഫിൽ ആശയക്കുഴപ്പം. കൂടുതൽ ചർച്ചകളിലേക്ക് പോകണമെന്ന ഘടകകക്ഷികൾ. വിവാദം ഒഴിവാക്കണമെന്നും ഘടകകക്ഷി നേതാക്കൾ. നൃപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നൃപൻ, എങ്ങനെയാണ് വിവരങ്ങൾ? അതായത് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്, കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നു, മറ്റ് വിശദാംശങ്ങൾ? ഭദ്ര, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇന്ന് യു.ഡി.എഫിന്റെ നേതൃയോഗമാണ് ഓൺലൈനായി ചേർന്നത്. ആ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ യു.ഡി.എഫിന് ആയില്ല. ഘടകകക്ഷികൾ എല്ലാവരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. കാരണം ഒരു വിവാദത്തിലൂടെ ഈ പ്രശ്നത്തെ കൂടുതൽ കൊണ്ടുപോകുന്നത് യു.ഡി.എഫിന് ഗുണം ചെയ്യില്ല എന്ന് പ്രധാനപ്പെട്ട ചില ഘടകകക്ഷി നേതാക്കൾ ഇക്കാര്യത്തിൽ അഭിപ്രായം ഉന്നയിച്ചു എന്നതാണ്. ഇക്കാര്യത്തിൽ അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും യു.ഡി.എഫിലുണ്ട്. യു.ഡി.എഫിന്റെ ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പറഞ്ഞത് സർക്കാർ നീക്കത്തിന് വേണ്ടി രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം ജനങ്ങളെ തുറന്നു കാട്ടാൻ കഴിയണം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ യു.ഡി.എഫ് യോഗത്തിനകത്തും പല നേതാക്കളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ ചർച്ചകളിലൂടെ കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ്. ചർച്ചകളിലൂടെ വിവാദം ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കണം. തങ്ങൾ യു.ഡി.എഫ് എടുക്കുന്ന നിലപാട് ജനങ്ങൾക്ക് എതിരായി മാറുന്ന തരത്തിലേക്ക് മാറ്റി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പദ്ധതിയുമായി പരിപാടിയുമായി ഈ പ്രഖ്യാപനവുമായി ദേവസ്വം ബോർഡിന്റെ പരിപാടിയുമായി സഹകരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് ആ നിലപാടിനോട് യോജിച്ചില്ല. അങ്ങനെയാണ് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം നാളെ യു.ഡി.എഫിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിക്കും. നാളെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഭദ്ര. ശരി നൃപൻ, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലാണ് യു.ഡി.എഫിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നത്. ഇന്നിപ്പോൾ ഓൺലൈൻ യോഗം അല്പസമയം മുമ്പ് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനമായില്ല. എന്താണ് ഇനിയുള്ള തീരുമാനം എന്നുള്ളത് നാളെ നൃപൻ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും, അപ്പോൾ പറയും.